ഇവിടെ നമുക്ക് ആരെയും തകർക്കുക എന്നുള്ള ലക്ഷ്യമില്ല. ഇവിടെ ആരെയും ഇകഴ്ത്തി കാണിക്കുക എന്നുള്ള ഉദ്ദേശമില്ല. ഇതുപോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് എന്താണ് എന്ന് വിശദീകരിക്കപ്പെടുക തന്നെ വേണം. ഇത് കേട്ടുകൊണ്ട് ഈ ജനറേഷനിലുള്ള ഈ കാലഘട്ടത്തിലുള്ള യുവാക്കള് അവര് വഴിതെറ്റി പോകുന്നുവെങ്കിൽ അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ഇവരെ കൊണ്ട് കഴിയില്ല. എന്നാൽ ഇവര് പറയുന്നത് അത് അവര് കാരണമാണ്, വഹാബി കാരണമാണ്, മൗദൂദി കാരണമാണ് എന്നുള്ള ആ തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റുള്ളവരുടെ തലയിലേക്ക് അത് ചാർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതൊരിക്കലും അനുവദിക്കപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഉസ്താദുമാരെ ഉലമാക്കളെയൊക്കെ എതിർക്കുമ്പോൾ സൂക്ഷിക്കണം. ആരും ഒരു പണ്ഡിതനെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എതിർക്കാൻ നിൽക്കേണ്ട. ഈ പണിക്കൊന്നും നമ്മൾ പോട്ടെ, നമ്മൾ എന്തിനാ എതിർക്കാനൊക്കെ പോകുന്നത്? അവരുടെ കാര്യം ഇതൊന്നും നന്നാവുന്ന ലക്ഷണമൊന്നുമില്ല. ഇത് തമ്മിലടിച്ച് മൊത്തം എല്ലാം രണ്ട് ഗ്രൂപ്പായി, മൊത്തത്തിൽ അടിച്ച് പിരിഞ്ഞ് എല്ലാരും അടിയോടടി. ഒന്നും പറയാനേ വയ്യ. എല്ലാം അടിച്ച് വള്ളിക്കാത്ത കിടന്ന അടിയാൽ എങ്ങനെ അള്ളാന്റെ സഹായം ഉണ്ടാകും? എന്താ കേട്ടോ ഒരു ഹദീസ് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നിങ്ങളിപ്പോൾ കേട്ടല്ലോ നമ്മുടെ മൻസൂർ മന്നാർക്കാട് പറഞ്ഞ കാര്യം. ഇതേ കാര്യമാണ്, ഇതേ നിലപാടാണ് നമുക്കുള്ളത്. നമുക്ക് മാത്രമല്ല, ഈ ഉസ്താദന്മാരെ പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ ഉസ്താദന്മാരെ കൊണ്ട് എന്താണ് അവിടെ ബുദ്ധിമുട്ടുള്ളത്, ഏത് രീതിയിലാണ് അവരുടെ പ്രബോധനം, ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്ന പ്രബോധനം, പിന്നെ അനീതികൾ, അക്രമങ്ങൾ, പിന്നെ പള്ളിയിൽ കള്ളുകുടിക്കൽ, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിലും അതുപോലെ കുട്ടികളുടെ വിഷയത്തിലും എന്തെല്ലാം ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. അതിനെ മാത്രമാണ് വിമർശിച്ചത്. അതിനെ മാത്രമാണ് ഇവരെ കാട്ടി അതിനെ പബ്ലിക്കായി വീഡിയോയിൽ പകർത്തിയത്. എന്തിന്? അതൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇവരോട് ആർക്കും പകയുമില്ല, ആർക്കും വിദ്വേഷമില്ല, ആരോടും വെറുപ്പുമില്ല, വ്യക്തിപരമായി ഇവരോട് നമുക്ക് എതിർപ്പുമില്ല. ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും നമ്മൾ എല്ലാവരും കാണിച്ചിട്ടുമുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ പ്രബോധനമാകട്ടെ, അവരുടെ പ്രവൃത്തിയാകട്ടെ, അവരുടെ ഏതെങ്കിലും നല്ല നല്ല കാര്യങ്ങളും നല്ലതായിരിക്കുന്ന പ്രഭാഷണങ്ങളും നല്ല രീതിയിലുള്ള ഇടപെടലുകളും, അത് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അവർ ചെയ്യുന്ന ഇമ്പ്രൂവ്മെൻറ്റ് പോലും നമ്മൾ AP ഉസ്താദ് മുതൽ എല്ലാ 2 സമസ്തയിൽപ്പെട്ടവരെയും നമ്മൾ ഇതുവരെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര ആൾക്കാരും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ വഴിയിൽ പോയവരെ മാത്രമാണ് വിമർശിച്ചിട്ടുള്ളത്. വെറുതെ ഇരുന്ന് ഇവർ നല്ലത് ചെയ്യുമ്പോഴും വിമർശിക്കാനും ആർക്കും വട്ടൊന്നുമില്ല. അത് നല്ലപോലെ മനസ്സിലാക്കണം. പിന്നെ ഇതിൻ്റെതായിരിക്കുന്ന പണ്ഡിതന്മാരെ വിമർശിച്ചത് കൊണ്ട്, അവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കിട്ടുന്ന ദോഷങ്ങളെ പറഞ്ഞ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ഇരുത്താൻ ആണെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശം ഇരുത്താനാണെങ്കിൽ അതൊന്നും ഇനി നടക്കുന്നതല്ല. ഒരു കാലത്ത് മുമ്പൊക്കെ നിങ്ങളും, ഇപ്പോഴാണ് നിങ്ങൾ കുറച്ചെങ്കിലും മടിക്കുന്നത്. മുമ്പൊക്കെ നിങ്ങൾ ഓരോ പള്ളിയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ മെമ്പറോ ആണെങ്കിൽ അവൻ്റെ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിച്ച് നല്ല പോലെ പ്രസംഗിച്ച് പ്രഭാഷണം ചെയ്ത്, അവൻ കള്ളുകുടിയാനാണെങ്കിൽ അവൻ്റെ പേര് പറയാതെ അവനെ ഇരുത്തിയും കൊണ്ട് അവന് വേണ്ടി മാത്രം പ്രസംഗിച്ച പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടവരാണ്. അപ്പോൾ നമ്മളാണെങ്കിലോ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്തിനാണ്? ദീനിയായ കാര്യമാണ്, അവൻ കള്ളുകുടി നിർത്തട്ടെ എന്നാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആരെയാണ്? ഇതേ മതപണ്ഡിതന്മാരെ, കഴിഞ്ഞു പോയ മതപണ്ഡിതന്മാരെയും ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്, അവരെയും സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രഭാഷണം ഇതുപോലെ ആയിരിക്കണം, സാധാരണക്കാർ ചെയ്യുന്ന അനീതികളെ നിർത്തണമെന്നാണ് നമ്മളും ഉദ്ദേശിച്ചിട്ടുള്ളതും നിങ്ങളെ സപ്പോർട്ട് ചെയ്തതും. നിങ്ങളവിടെ ഭക്ഷണം കഴിച്ച് വന്നിട്ട് നിങ്ങൾ അവനെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കുന്ന ഒരുപാട്
പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടെങ്കിലും നമ്മൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു, നന്നായി അത് പറയണം. അവൻ എത്ര വലിയ ആളാണെങ്കിലും അനീതിയോ അക്രമമോ കള്ളുകുടിയോ ഏതും ദീനി വിരോധിയായ കാര്യം ആരും എത്ര വലിയ ആളും ചെയ്യാൻ പാടില്ല എന്ന് അതിനെ നിങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്തതല്ലാതെ സാധാരണക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ഉസ്താദ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നേരെ പേര് പറയാനുള്ള ചങ്കൂറ്റവും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു പ്രഭാഷണം നടത്തി പോയിരുന്നു. അവൻ നന്നാവുകയാണെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മളും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങളും പറയാൻ തയ്യാറല്ല. നിങ്ങൾ ഈ മതപണ്ഡിതന്മാരെ ഈ തലപ്പാവ് കെട്ടി ചില നല്ല പണ്ഡിതന്മാരും പിന്നെ നാമാവശേഷം പണ്ഡിതന്മാരും പണ്ഡിത വേഷധാരികളും നാമമാത്രമാണ് പണ്ഡിതനെന്ന് അത്തരക്കാരും ചെയ്യുന്ന കാര്യത്തിന്, അനീതികൾക്ക്, അക്രമങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. ഞാൻ അതിനെ വേറെ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അതിനെ ഇനിയിപ്പോൾ വിശദമായി പറഞ്ഞ് കാണിക്കാൻ ഒരു സമയവുമില്ല. അതുകൊണ്ട് ഏതെല്ലാം പോക്സോയിൽപ്പെട്ടവരും അതുപോലെ അനീതി ചെയ്തവരും ആരാണെന്ന് നിങ്ങളെ കയ്യിലുണ്ടല്ലോ ഒരു സാധനം, അതിൽ സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ വിമർശിക്കുന്നവർ എന്തിനു വേണ്ടി വിമർശിച്ചതിൻ്റെ ശേഷം എത്ര വർഷങ്ങളായി, എത്ര കുറ്റങ്ങളാണ് കുറഞ്ഞത് ഇവിടെ, അതും നിങ്ങൾ മനസ്സിലാക്കണം. ഏതെല്ലാം കുറ്റങ്ങൾ, ഭാര്യയെ വിട്ട് ഇഷ്ടം പോലെ കല്യാണം കഴിക്കുന്നതും, അതുപോലെ ടിഫിൻ ബോക്സ് കൊടുന്ന പെണ്ണിനെ ഒരു വീട്ടമ്മയെ കയ്യിൽ പിടിക്കുന്നതും, ഇതുപോലെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ വിഷയത്തിലും എല്ലാം പിന്നെ നിങ്ങൾ പ്രഭാഷണം നോക്കിയാലോ വല്ലാത്ത ഒരു പ്രഭാഷണങ്ങളാണ്. നല്ല പ്രഭാഷണങ്ങൾ നമ്മൾ ഒന്നും അതിനെ നല്ലത് എന്ന് ഇടാറുണ്ട് എന്നല്ലാതെ വിമർശിക്കാറില്ല. ആ പ്രഭാഷണത്തിൽ എന്തെല്ലാം പൊട്ടത്തരങ്ങളും അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളും ഓരോ ദിവസങ്ങളിലും വിമർശനപ്പെടുത്തുന്ന വിമർശകർ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ കാണണം. നിങ്ങളുടെ വീഡിയോകൾ നമ്മൾ കാണുന്നു, എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന്. അതുപോലെ വിമർശിക്കുന്നവർ എന്താണ്, എവിടെയാണ് തെറ്റ് കണ്ടുപിടിച്ചത് എന്ന് അതുപോലും നിങ്ങൾ കേൾക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഉസ്താദിന്, EP ഉസ്താദിന് ഭയങ്കര സങ്കടമാണ്, വേദനയാണ്, വിഷമമാണ്. അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കാം. ഉലമാക്കളെ വെറുത്താൽ, മുസ്ലിമീങ്ങൾ ഉലമാക്കളെ വെറുത്താൽ മറ്റുള്ളവരല്ല, നല്ലവർ മനസ്സിലാക്കണം. മുസ്ലിങ്ങളല്ലേ മുസ്ലിയാക്കന്മാരെ പൊങ്കാലിടുന്നത്? ആണോ? ഇല്ലേ? അല്ലേ? മുസ്ലിങ്ങളല്ലേ ഫേസ്ബുക്കിൽ വാട്സപ്പിലൂടെ ഒക്കെ ഇട്ട് പൊങ്കാലിടുന്ന ആരാ? മറ്റുള്ള മതക്കാരെ നമ്മൾ പറയേണ്ട, കുറ്റം പറയേണ്ട കാര്യമില്ല. അവർ സാധു, ഒരു പാവം. അവർ തന്നെ ചോദിക്കുക, എന്തിനാ നിങ്ങളുടെ പല്ലൂത്തി നിങ്ങൾ മണപ്പിക്കുന്നത്, എന്തിനാണെന്ന് അവർ തന്നെ ചോദിക്കണം. നബി തങ്ങൾ പറഞ്ഞ കാര്യമാണിത്, ഞാൻ വെറുതെ പറയല്ലോ. ചിന്തിക്കൂ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. മുസ്തദറക് ഹാക്കിം റിപ്പോർട്ട് ചെയ്താണ്, മനസ്സിലാക്കി, വെറുതെ പറഞ്ഞ വാക്കല്ല ഇത്. മുസ്ലിമീങ്ങൾ ഉലമാക്കളോട് വിരോധം പുലർത്തിയാൽ, അവരോട് പ്രകോപനം കാട്ടിയാൽ, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ, അവരെ ചൊടിപ്പിച്ചാൽ, അവരെ വെറുപ്പിച്ചാൽ, ഉസ്താദന്മാരോട് ദേഷ്യം പറയാ, അവരുടെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, അവരുടെ ന്യൂനതകളൊക്കെ പരസ്യപ്പെടുത്തുക. രഹസ്യം കണ്ടുപിടിച്ച് അത് രഹസ്യമായി നീ അങ്ങ് കൈകാര്യം ചെയ്തോ. അത് എന്തിനു പരസ്യപ്പെടുത്തണം? എനിക്കതാണ് ചോദ്യം. അള്ളാഹ് പറഞ്ഞു പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന്. നീ അള്ളാഹെക്കാളും വലിയ ആളാവാ നിൽക്കുക. നിന്നെയും അള്ളാഹ് ഇതേപോലെ പരസ്യമായിട്ട് നിന്ദിച്ചിട്ട് നിന്റെ റൂഹിനെ അള്ളാഹുവിൽ എടുക്കുള്ളൂ. മനസ്സിലാക്കണം നമ്മൾ. ആയിക്കോട്ടെ, തെറ്റിനെ ന്യായീകരിക്കില്ല. തെറ്റ് ചെയ്തു, അത് രഹസ്യമായിട്ട് നിനക്ക് കൈകാര്യം ചെയ്യാമല്ലോ. രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തോ, അതല്ലേ വേണ്ടു. രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തോ. ഈ പരസ്യമാക്കണോ? അവരെ ഫോട്ടോ എടുത്തിട്ട് എല്ലായിടത്തേക്കും വിട്ട്, മീഡിയകളിൽ വിട്ട്, ഇങ്ങനെ നാണം കെടുത്തി ആകെ മൊത്തം ആരെല്ലാം അറിയണം, എത്ര അമുസ്ലിമീങ്ങൾ അറിഞ്ഞു. ബഹുമാനമുള്ളവരെ, ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ മനസ്സിലായല്ലോ. ഒരു രഹസ്യമായി അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ്. അത്ര ചെയ്യുന്ന, അനീതി ചെയ്യുന്ന, അതുപോലെ വേണ്ടായ്മ ചെയ്യുന്ന ഉസ്താദന്മാരെ കൊണ്ട് നിങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്തോ. നിങ്ങൾ ഓപ്പണായി വീഡിയോ എടുത്ത്, ഫോട്ടോ എടുത്ത് നിങ്ങൾ വാട്സപ്പിലും അതുപോലെ യൂട്യൂബിലും ഇടരുത്. അതിനെ
പരസ്യമാക്കരുത് എന്നാണ് ഇദ്ദേഹം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വാക്കുകളാണ്. ഒരിക്കലും നടക്കുകയില്ല, ഒരിക്കലും നടക്കുകയില്ല ഈ കാര്യം. നിങ്ങൾ വെറുതെ കൊതിക്കണം. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനീതികൾ, ഒരുപാട് അക്രമങ്ങൾ, ഒരുപാട് നിങ്ങളുടെ വ്യഭിചാരങ്ങൾ, അതുപോലെ പള്ളിയിൽ കള്ളു കുടിക്കുന്നത്, ഇതെല്ലാം നിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്, ഇവിടെ നിർത്തിയത് വിമർശകരാണ് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. ഒരു മുസ്ലിയാരെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എത്ര ആൾക്കാരാണ്, ഇനി വേറെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്ത ഒരു തങ്ങളെയോ അതെല്ലാം മുസ്ലിയാരെയോ വിളിച്ച് നിങ്ങൾ നേരാക്കാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല, അത് നിങ്ങളെ കൊണ്ട് കഴിയില്ല. അത് കഴിയാത്ത ഒരു പ്രവൃത്തിയെ, കഴിയാത്ത കാര്യത്തെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അസൂയ? ബഹുമാനമുള്ളവരെ, നമ്മൾ നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നു. ഇതിൻ്റെതായിരിക്കുന്ന വിഷയം ഇത്ര കാര്യങ്ങൾ പബ്ലിക്കായി പറയുന്നത് കൊണ്ട് അതിൻ്റെ ഫലം എന്താണ് എന്ന് പോലും, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ടുണ്ട്, ഒരുപാട് കേസുകൾ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത് വരാൻ പാടില്ല. നിങ്ങളെ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു കാര്യവുമില്ല. ഇത് കഴിവിൻ്റെ പരമാവധി നമ്മൾ പബ്ലിക്കായി തന്നെ വലിച്ച് കാണിക്കുന്നതാണ് എന്ന് പോലും നിങ്ങൾ ഓർമ്മയിരിക്കട്ടെ. പിന്നെ എല്ലാ മഹലിലും അവിടുത്തെ ഇപ്പോൾ ഉള്ളതായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ വേണം. അതുപോലെ CC ക്യാമറയോ അതിനുള്ള എല്ലാ ചെക്കിങ്ങുകളും ദിവസം അവിടെ സെക്രട്ടറിമാർ വന്ന് നോക്കുന്നതും എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ പോക്സോയിൽപ്പെട്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തുകൊണ്ടാണ് അവർ പോക്സോയിൽ അകത്ത് പോയത്, പിന്നെ എന്തുകൊണ്ടാണ് വിമർശകർ എന്തുകൊണ്ടാണ് വിമർശിച്ചത്, എവിടെയാണ് തെറ്റിയത്, എവിടെയാണ് നമ്മൾ തെറ്റ് പറഞ്ഞത് എന്ന് ആ വിമർശകരുടെ വീഡിയോകൾ നോക്കി പഠിച്ചതിന് ശേഷം ഇതുപോലെയുള്ള ഭയപ്പെടുത്തലുണ്ടല്ലോ അത് പിന്നെ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.